ജനുവരി 9. വിജയ് ആരാധകർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ദിവസം. കോർപ്പറേറ്റ് ഓഫീസ് ജീവനക്കാർ സിക്ക് ലീവ് പോലും നേരത്തെ തയ്യാറാക്കി ലീവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. കാരണം ഇന്നായിരുന്നു ദളപതി വിജയുടെ സിനിമാ ജീവിതത്തിലെ അവസാന സിനിമ ഇറങ്ങേണ്ടിയിരുന്നത്. പക്ഷേ അത് നടന്നില്ല. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതാണ് ചിത്രത്തിന്റെ റിലീസ് നീട്ടിവെക്കാൻ കാരണം. എന്നാൽ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിന്റെ കാരണം എന്താണ്? സിനിമയിലെ രംഗങ്ങളോ അതോ വിജയ് എന്ന രാഷ്ട്രീയ പ്രവർത്തകനോടുള്ള ഭയമോ? രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപേ വിജയ് ചെയ്യുന്ന അവസാന സിനിമയാണ് ജനനായകൻ. അതുകൊണ്ട് തന്നെ വിജയ് ആരാധകർക്ക് ഈ സിനിമ അല്പം പ്രധാനപ്പെട്ടതാണ്. ഡിസംബർ 19 സിനിമ കണ്ടതിന് ശേഷം 10 കട്ടുകൾ നടത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഇത് പ്രകാരം ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട 10 ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് കട്ട് ചെയ്തതിനു ശേഷം വീണ്ടും സെൻസർ ബോർഡ് അംഗങ്ങളെ കാണിച്ചു. എന്നാൽ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയില്ല. ഇന്നിപ്പോൾ സെൻസർ ബോർഡിന് കോടതി ചെക്ക് വെച്ചിരിക്കുകയാണ്. ജനനായകൻ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് മദ്രാസ് ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ്. UA സർട്ടിഫിക്കറ്റ് നൽകാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് ചിലരുടെ അജണ്ടയെ അക്ഷരാർത്ഥത്തിൽ തകർത്തിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന സിനിമ, നായകൻ വിജയ്. അങ്ങനെ ഒരു സിനിമ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നതിൽ തർക്കമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിജയുടെ തമിഴക വെട്രി കഴകം മത്സരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ സിനിമയുടെ റിലീസ് തീയതി നീട്ടേണ്ടത് ആരുടെ ആവശ്യമാണ് എന്ന് അറിയേണ്ടതുണ്ട്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തുടക്കം മുതൽ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ അവിടെ ജനപിന്തുണ കൂടുന്നു എന്നല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. വിജയുടെ പ്രസംഗം കേൾക്കാൻ എത്തുന്ന ജനങ്ങളുടെ ഒഴുക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അലൗസരപ്പെടുത്തുകയാണ് എന്നതും സത്യം തന്നെയാണ്. ജനനായകൻ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതെ നിൽക്കുമ്പോൾ തമിഴ് സിനിമാ ലോകം ചർച്ച ചെയ്യുന്നത് ഇരുവർ എന്ന സിനിമയും അതിൽ പ്രകാശ് രാജ് കഥാപാത്രമായ തമിഴ് സെൽവൻ പറഞ്ഞു വെക്കുന്ന വലിയൊരു സത്യവുമാണ്. 3 മണിക്കൂർ സിനിമ കണ്ട് പേടിക്കുന്നവരാണോ നമ്മുടെ സർക്കാർ? ഇതായിരുന്നു പ്രകാശ് രാജിന്റെ ഡയലോഗ്. ഇരുവർ സിനിമയിലെ ഈ ഡയലോഗാണ് ജനനായകൻ റിലീസ് തടയുന്നതിനെ തുടർന്ന് വീണ്ടും ചർച്ചയാകുന്നത്. 1997 മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ സിനിമയിൽ പ്രകാശ് രാജ് പറഞ്ഞ ആ ഡയലോഗിന്റെ അർത്ഥം ഇന്നും പലർക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് ഇത്തരത്തിലുള്ള സെൻസർ നാടകങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഒരുപാട് പേരാണ് വിജയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ അതേസമയം ഇവിടെ ശിവകാർത്തികേയൻ പ്രധാന വേഷത്തിലെത്തുന്ന പരാശക്തിക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. 60കളിലെയും 70കളിലെയും തമിഴ് രാഷ്ട്രീയം പറയുന്ന പരാശക്തിക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും വിജയുടെ ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതെ വൈകിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പിറകിൽ ഒരു രാഷ്ട്രീയ കളി ഉണ്ടോ എന്ന് സംശയിക്കുന്നവരും ഉണ്ട്. എന്തായാലും വിജയ് ചിത്രം തിയേറ്ററിലെത്താൻ കാത്തിരിക്കുകയാണ് ആരാധകർ. വൈകാതെ തന്നെ ചിത്രം തിയേറ്ററിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം.